എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കഞ്ചിക്കോട് ബ്രൂവറി പദ്ധതിക്ക് അനുമതി നൽകിയത് എന്ന് മന്ത്രി എം.പി. രാജേഷ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയത്തിന്റെ ഭാഗമാണ്. മഴവെള്ള സംഭരണത്തിൽ നിന്നുൾപ്പെടെയുള്ള വെള്ളം പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും. ഇപ്പോഴത്തെ പ്രതിപക്ഷ ആരോപണം സ്വാഭാവികമെന്നും മന്ത്രി തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ .24 പാര 24 ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു, എല്ലാ പരിശോധനകളും നടത്തി, അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനവുമാണ്. എല്ലാ നിയമവും അനുസരിച്ച് മാത്രമേ നമുക്ക് ആരംഭിക്കാൻ പറ്റൂ. അത് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ച് എന്നതാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു പ്രധാനപ്പെട്ട സോഴ്സായിരിക്കും. പിന്നെ വാട്ടർ അതോറിറ്റിയുമായിട്ട് അവർ വെള്ളം ലഭ്യമാക്കേണ്ട നടപടികളും സ്വീകരിക്കും. ഈ ടെൻഡർ നടപടികളടക്കം പൂർത്തിയാക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇൻഡോറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് ഇത് കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമാണല്ലോ. പ്രതിവർഷം ഇത്തരം ആക്ഷേപങ്ങളുമായിട്ട് വരുമെന്നുള്ളത് സ്വാഭാവികം.